എല്ലാ കുടുംബങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങളാണല്ലോ, അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ അവരാണല്ലോ നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതം എപ്പോഴും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലൊരു കുഞ്ഞ് വരുമ്പോൾ തൊട്ട് നമുക്ക് എങ്ങനെ നല്ല പാരൻസ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ടിപ്സ്, ഗുഡ് പാരൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കുറച്ച് പോയിന്റ്സ് ആണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ്സ്, കുഞ്ഞിനോടുള്ള സ്നേഹം എപ്പോഴും അൺകണ്ടീഷണൽ ആയിരിക്കുക എന്നുള്ളതാണ്. അത് പറയാൻ കാരണം, ഒരു എക്സാമ്പിൾ പറയട്ടെ. കുഞ്ഞ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയിട്ട് വരുമ്പോൾ അവനോട് വളരെ സ്നേഹമാണ്, അവന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുക. അതല്ല, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവനൊരു പക്ഷെ മാർക്ക് കുറഞ്ഞു പോയാൽ അവനോട് വളരെയധികം ദേഷ്യപ്പെടുക, ശകാരിക്കുക, അടിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ശീലങ്ങളുണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യുക. കാരണം അവന് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ കുഞ്ഞിന് എന്ത് പറ്റി എന്ന് വളരെ സ്നേഹത്തോടെ അവനോട് ചോദിച്ചു മനസ്സിലാക്കുക. ചിലപ്പോൾ പോർഷൻ മനസ്സിലാക്കാത്തതുകൊണ്ട് ആക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ പഠിച്ച കാര്യം വീട്ടിൽ നിന്ന് നന്നായിട്ട് എഴുതി പ്രിപ്പയർ ചെയ്തായിരിക്കില്ല പോയത്. എന്ത് റീസൺ കൊണ്ടാണ് അവന് മാർക്ക് കുറഞ്ഞതെന്ന് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കി അവനെ സപ്പോർട്ട് ചെയ്യുക. പാരൻസ് ആയിരിക്കണം കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല സപ്പോർട്ട്, അല്ലെങ്കിൽ ഏറ്റവും അവരെ ഗൈഡ് ചെയ്യുന്ന, അവരെ താങ്ങായി നിൽക്കാൻ പാരൻസിന് കഴിയണം എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഒരു ഇമേജ് അവരുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കിയാൽ അത് അവരുടെ ആ ഒരു കോൺഫിഡൻസിനെ, അവരുടെ സെൽഫ് എസ്റ്റീമിനെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞാൽ സാരമില്ല, അടുത്ത എക്സാമിന് വാങ്ങിക്കുക, എന്ത് പറ്റും നിനക്ക്, നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണല്ലോ, ഇങ്ങനെ പറഞ്ഞു വേണം അവരെ ആശ്വസിപ്പിക്കാൻ, അല്ലാതെ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടാൻ പോകരുത്. നെക്സ്റ്റ്, രണ്ടാമത്തെ പോയിന്റ്, കുഞ്ഞുങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോഴും അവരെ പിടിച്ചെടുത്ത് കിട്ടുമ്പോഴൊക്കെ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് ഉപദേശിക്കും. അതുകൊണ്ട് അവരെ ഉപദേശിക്കുന്നതിന് മുമ്പ് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കുക. പാരൻസിന് ആയിരിക്കും ഏറ്റവും നല്ല കേൾവിക്കാരാകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പല കുട്ടികളും പാരൻസ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് മാത്രം പാരൻസിനോട് പറയാത്ത പല കാര്യങ്ങളും അവർ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും അത്ര നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പാരൻസ് ആയിരിക്കണം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പറയേണ്ടതെല്ലാം അവന് പാരൻസിനോട് പറയാൻ കഴിയണം. ആ രീതിയിലുള്ള റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിന് ഏറ്റവും പ്രധാനം പാരൻസ് നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, കുഞ്ഞുങ്ങളെ ഒരു കാര്യങ്ങളിലും കമ്പൽ ചെയ്യരുത് എന്നുള്ളതാണ്. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്യുക. കുഞ്ഞിന് എല്ലാ കാര്യങ്ങളിലും അവനൊരു ഗൈഡൻസ് കൊടുക്കുക. അവന് പഠിക്കുന്ന കാര്യങ്ങൾ അതിലെല്ലാം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞിൻ്റെ സൗകര്യം കൂടെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടങ്ങളും കൂടെ ചോദിച്ചിട്ട് അത് കൺവീനിയൻ്റ് ആയിട്ട് അവനും കൂടെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കുക. അത് അവൻ്റെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. അവനൊരു ടൈം മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും, സമയത്ത് അവൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നാലാമത്തത്, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ ആ വെരി ഗുഡ് എന്നുള്ള രീതിയിൽ അവനെ അപ്രീസിയേഷൻ കൊടുക്കാൻ ശ്രമിക്കുക എന്നല്ല, അതിന് നിർബന്ധമായും തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് തന്നെ നമ്മളത് ചെയ്യുക. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. ഇതെല്ലാം അവനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്നറിയുമ്പോൾ വീണ്ടും അവന് ഇതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ എക്സാമുകളായാലും അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആയാലും ഫേസ് ചെയ്യാനും വീണ്ടും ജയിക്കണം എന്നൊരു അവന് ഇൻസ്പിറേഷൻ ഉണ്ടാവാൻ അത് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും അവനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവനോട് എപ്പോഴും അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ്, ഇപ്പോൾ കുട്ടികളാണ്, എത്ര പറഞ്ഞാലും അവർ അനുസരിക്കാറില്ല, അല്ലെങ്കിൽ അവർ പല സമയത്തും അലക്ഷ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓടരുത്, കളിക്കരുത്, തട്ടി വീഴും, ഇങ്ങനെയൊക്കെ 100 പ്രാവശ്യം പറഞ്ഞാൽ ഇവർ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും. ആ സമയത്തൊക്കെ അവനോട് സ്റ്റോപ്പ് എന്ന് പറയാതെ, എപ്പോഴും മതി, നിർത്ത് ഇങ്ങനെ സ്റ്റോപ്പ് പറയാതെ, പകരം അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, അങ്ങനെ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല, കളിക്കാൻ തുടങ്ങുമ്പോൾ ബഹളമാണെന്നുണ്ടെങ്കിൽ പതുക്കെ വിളിച്ചിട്ട്, ആ മോനെ വാ, അല്ലെങ്കിൽ മോളെ വാ, അകത്ത് വന്നിരി, എന്തെങ്കിലും കളിക്കാം, കളർ ചെയ്യാം, അല്ലെങ്കിൽ പസിൽസ് എടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൂടെ ഇരുന്ന് കഥ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു വേറൊരു ആക്ടിവിറ്റിയിലോട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് അവരുടെ ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ എപ്പോഴും അവരോട് ഇങ്ങനെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട്, അവരുടെ കൊച്ചു കുട്ടികളാണ്, അവർ നല്ല എനർജിയുള്ള പ്രായമാണ്, അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം അവരുടെ സ്റ്റോപ്പ് പറഞ്ഞ് അവരുടെ ആ ഒരു മൈൻഡിനെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തെ പോയിന്റ്, കുഞ്ഞിൻ്റെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളാണ്, അതിനിപ്പോൾ എന്താ എന്നല്ല,
കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അവരുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ബൈ ചാൻസിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആരുടെയെങ്കിലും ഒരു പെൻസിൽ എടുത്തിട്ട് വന്നോ, ചിലപ്പോൾ അറിയാതെ ബാഗിൽ വന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് അവനെ കള്ളൻ അല്ലെങ്കിൽ ബാഡ് ബോയ് ഇങ്ങനെ ഓരോന്ന് വിളിച്ച് ഇങ്ങനെ ഒരു ലേബിൾ ചെയ്ത് അവനെ ശകാരിക്കുകയും പിന്നെ വഴക്ക് പറയുകയും അടി കൊടുക്കുകയും ഒന്നും ചെയ്യാതെ ആൾക്കാരുടെ മുമ്പ് വെച്ച് ഇതൊന്നും ചെയ്യരുത്. പകരം അവനെ പേഴ്സണലായിട്ട് മാറ്റി വിളിച്ച് നിർത്തിയിട്ട് എന്താണ് പറ്റിയത്, എന്താണ് കാര്യമെന്ന് അവനോട് ചോദിക്കുക. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് കുഞ്ഞിനെ പറയുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ്റെ കോൺഫിഡൻസ് ലെവൽ തന്നെ തകരാറിലാവല്ലേ. അത് ആ ആൾക്കാരെയൊക്കെ പിന്നെ അവന് ഫേസ് ചെയ്യാൻ, അവരോട് സംസാരിക്കാനൊക്കെ അവന് വളരെയധികം വിഷമം തോന്നും. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ മുമ്പ് വെച്ച് കുഞ്ഞുങ്ങളോട് ഈ രീതിയിൽ പെരുമാറരുത്. അത് വളരെ ശ്രദ്ധിക്കുക. 7ാമത്തെ പോയിന്റ്, നമ്മൾ എപ്പോഴും കുഞ്ഞിനോട് പറയും നീ ഫോണിൽ ഗെയിം കളിക്കരുത്, പിന്നെ നിൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കണം, എപ്പോഴും ഇരുന്ന് TV കാണരുത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പാരൻസ് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ഫോൺ കാണരുതെന്ന് പറയുന്ന പാരൻസ് ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ ആദ്യം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഫോണായിരിക്കും, അല്ലെങ്കിൽ നേരെ ചെന്ന് TV വയ്ക്കും. നമ്മൾ ചെന്നിരുന്ന് TV വെച്ച് അതിൻ്റെ മുമ്പ് ഇരുന്നിട്ട് അപ്പുറത്തിരിക്കുന്ന കുഞ്ഞിനോട് നീ പഠിക്കുമെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കേൾക്കില്ല, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കോൺസെൻട്രേഷൻ TVയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു പരിധിവരെ നമ്മളും ഇതെല്ലാം പാരൻസും ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനും TV കാണുന്നില്ലല്ലോ പിന്നെന്താ നിനക്ക് എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ കൂടെ ഫുൾ ടൈമുള്ള അച്ഛനമ്മമാരെയാണ് അവർ കോപ്പി ചെയ്യുന്നത്. അത് ഇപ്പോൾ അവരുടെ ആ ഒരു മനസ്സിൽ അങ്ങനെ ആ ഒരു ഇമേജ് അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു മാനറിസംസ് അല്ലെങ്കിൽ അവരുടെ സംസാര രീതികളൊക്കെ അവർ അറിയാതെ ഇങ്ങനെ കോപ്പി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ അതുപോലെ ആയിരിക്കും നാളെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ്റെ സ്വഭാവം എന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചിന്ത വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അയൽവക്കത്തെ വീട്ടിലെ കുട്ടിയെ നോക്കിയിട്ട് നീ അവനെ കണ്ട് പഠിക്കുക, നീ അവളെ കണ്ട് പഠിക്കുക എന്ന് പറയാനുള്ള ഇട ഉണ്ടാക്കരുത്. പകരം നീ എന്നെ കണ്ട് പഠിക്കുക എന്ന് പറയാൻ കഴിയണം ഓരോ അച്ഛനും അമ്മയ്ക്കും. അപ്പോഴേ കുഞ്ഞുങ്ങൾ നമ്മൾ പറയാതെ തന്നെ അവർ നല്ല ശീലങ്ങൾ, നല്ല പ്രവർത്തികൾ, നല്ല വാക്കുകൾ, കുഞ്ഞിനോട് ബാഡ് വേർഡ്സ് അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അവർ നല്ല ഒരു ഭാവിയിൽ നല്ല പൗരന്മാരായിട്ട് അവർക്ക് വളർന്നു വരാനുള്ള ഒരു മുതൽക്കൂട്ടാവേണ്ടത് അച്ഛൻ്റെ അമ്മയുടെയും ഈ പെരുമാറ്റവും രീതികളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് വളരെയധികം ശ്രദ്ധിക്കുക. 8ാമത്തെ പോയിന്റ്, കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളിലും വാശി പിടിക്കും. അപ്പോഴൊക്കെ അവരെ ഇത് ആവശ്യമാണോ ഇത് അത്യാവശ്യമാണോ എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. അവർ കുഞ്ഞുങ്ങളാണ്, അവർക്കറിയില്ല, ചെറിയ കുട്ടികളാണ്. ഇപ്പം നമ്മൾ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു സാധനമായിരിക്കും വാങ്ങിക്കാൻ പോണത്, അവിടെ ഷോപ്പിലിരിക്കുന്ന പല സാധനങ്ങൾക്ക് വേണ്ടി അവർ വാശി പിടിക്കും. അപ്പോൾ അങ്ങനെ വാശി പിടിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമ്മളത് വാങ്ങി കൊടുക്കാതിരിക്കുക. പകരം ഇത് അത്യാവശ്യമാണോ, അല്ലെങ്കിൽ ഇതിപ്പോൾ വേണ്ടല്ലോ, അടുത്ത പ്രാവശ്യം നമ്മൾ എഴുതി വെക്കാം, അടുത്ത പ്രാവശ്യം പർച്ചേസിന് വരുമ്പോൾ വാങ്ങിയാൽ പോരെ എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക. പിന്നെ പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു പക്ഷേ അത് വാങ്ങിക്കൊടുക്കാൻ കാശുണ്ടെങ്കിൽ പോലും കുഞ്ഞ് ഒരുപാട് കരഞ്ഞ് വാശി പിടിക്കുമ്പോൾ അത് വാങ്ങിക്കൊടുക്കാതിരിക്കുക. അപ്പോൾ അവനൊരു തോന്നൽ വരും, ഞാൻ നിർബന്ധം കാണിച്ചാൽ അല്ലെങ്കിൽ ഞാൻ വാശി പിടിച്ച് കരഞ്ഞാൽ എനിക്ക് അമ്മ അത് വാങ്ങിത്തരും അല്ലെങ്കിൽ അച്ഛൻ അത് വാങ്ങിത്തരും എന്നൊരു ചിന്ത അവർക്ക് വരും. അപ്പോൾ കുഞ്ഞുങ്ങൾ കരുതും അച്ഛനും അമ്മയും ATM മെഷീൻസ് ആണെന്ന്. ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത അവരിൽ വളരാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് തന്നെ എത്ര നിർബന്ധ ബുദ്ധി കാണിച്ചാലും അപ്പോൾ ആ സാധനം വാങ്ങിക്കൊടുക്കരുത്. പകരം അവർക്ക് അത്രയ്ക്ക് അത്യാവശ്യമായ ഒരു സാധനമാണ് അല്ലെങ്കിൽ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്, അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സർപ്രൈസായിട്ട് അവർക്കത് വാങ്ങിക്കൊടുക്കുക. കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാശില്ല, എൻ്റെ കയ്യിൽ കാശില്ല അല്ലെങ്കിൽ സാമ്പത്തികം ബുദ്ധിമുട്ടാണ് മോനെ അല്ലെങ്കിൽ മോളെ എന്ന് ചെറുതിലേ പറഞ്ഞ് നമ്മുടെ ഇല്ലായ്മ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുക. അത് ഒരു പരിധി വരെ അവർ വളർന്നു വരുമ്പോൾ ഭയങ്കര ലക്ഷറി ആവാനും അല്ലെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കാശ് ചെലവാക്കുന്നതും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവമൊക്കെ അവരിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കുഞ്ഞിലെ ഈ ഒരു രീതി നമ്മൾ പിന്തുടർന്നാൽ വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് 9th പോയിന്റ്, കുഞ്ഞുങ്ങളോട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവരുടെ ഒപ്പീനിയൻ ചോദിക്കുക, അഭിപ്രായം ചോദിക്കുക. അപ്പോൾ അവർക്കും തോന്നും ഞാനും ഈ ഫാമിലിയുടെ ഭാഗമാണല്ലോ എന്ന്. കാരണം എപ്പോഴും നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചെറിയ കുഞ്ഞായിട്ട് അവൻ്റെ അഭിപ്രായം ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തീരുമാനിക്കാം, അവൻ നമ്മളെ കൂടെ വന്നോളും എന്നല്ല. നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണം, അപ്പം നിനക്ക് എന്താ വേണ്ട, നിൻ്റെ ഇഷ്ടം എന്താ അവനോട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു മൂവി കാണാൻ പോവുകയാണ്, നിനക്ക് ഏത് സിനിമയാണ് കാണേണ്ടത് അവനോട് ചോദിക്കാം. അതല്ലെങ്കിൽ ഫാമിലി മൊത്തം ടൂർ പോകാൻ പ്ലാൻ ചെയ്യുകയാണ്, അവനെ കൂടെ വിളിച്ചിരുത്തി അവനോട് ചോദിക്കാം നിനക്ക് ഏത് സ്ഥലത്ത് പോകാനാണ് ഇഷ്ടം, നിനക്ക് എന്തെങ്കിലും
ഇഷ്ടങ്ങളുണ്ടോ, പ്ലാൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും തോന്നും എന്നെയും പരിഗണിക്കുന്നുണ്ട്, ഞാനും ഈ ഫാമിലിയിലെ ഒരു മെമ്പറാണ്, ഞാനും എനിക്കും ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടുണ്ട് എന്ന് കുഞ്ഞിലെ അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വളർത്താൻ അത് വളരെയധികം ഉപകരിക്കും. എല്ലാ കാര്യങ്ങളിലും അവനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലുള്ള ഒപ്പീനിയൻ കുഞ്ഞിനോട് ചോദിക്കുക. അത് വളരെ നന്നായിരിക്കും. 10ാമത്തെ പോയിന്റ്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കായി സമയം മാറ്റി വയ്ക്കുക. ഇപ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കാൻ, ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ, ഹോംവർക്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഇമോഷൻസും ഫീലിങ്ങും ഒക്കെ അവർക്ക് നമ്മളോട് പങ്കുവയ്ക്കാൻ കഴിയണം. ആ രീതിയിൽ നമ്മൾ അവരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴായിരിക്കും അച്ഛനും അമ്മയും ഓഫീസിൽ നിന്ന് വരുന്നത്. അവരും ഓഫീസിൽ നിന്ന് വന്ന് ആകെ ടയേർഡായിട്ട് ഓരോ സ്ഥലത്തിരുന്ന് അവരവരുടെ കാര്യങ്ങൾ നോക്കും. അങ്ങനെയല്ല, നമ്മൾ ആ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പോഴൊക്കെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് അത് ഫുഡ് കഴിക്കാനും ഷെയർ ചെയ്യാനും വിശേഷങ്ങൾ സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക. കുഞ്ഞിനോട് എപ്പോഴും കഴിയുന്ന അത്രയും സമയം കുഞ്ഞിനോടൊപ്പം സ്പെൻഡ് ചെയ്യുക. നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ പിന്നെ വന്ന ഉടനെ സ്കൂളിലെ വിശേഷങ്ങൾ അവന് നമ്മളോട് പറയാൻ കഴിയുന്ന രീതിയിലൊരു അറ്റാച്ച്മെൻറ്റ്, അങ്ങനെ ഒരു റിലേഷൻ കുഞ്ഞുങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അത് വളരെയധികം നല്ല കാര്യമാണ്. അല്ലാതെ നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞു ഒരിക്കലും അങ്ങനെ അത് വിട്ട് കളയരുത്. അത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ ലൈഫ് എല്ലാവരെയും വളരെയധികം ബിസി ലൈഫാണ്. അപ്പം നമുക്ക് മാക്സിമം അങ്ങനെ ഒരുപാട് സമയമൊന്നും കുഞ്ഞുങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യാൻ അച്ഛനമ്മമാർക്ക് സമയം കിട്ടാറില്ല. പക്ഷേ മാക്സിമം കിട്ടുന്ന സമയം അവരോടൊപ്പം അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മുടെ തിരക്കുകളിൽ അവരെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയട്ടെ, നമുക്കൊരു 5-6 അല്ലെങ്കിൽ ഒരു 6-7 വയസ്സ് വരെ നമുക്ക് കുഞ്ഞിനെ മടിയിലിരുത്തി വളരെ സ്നേഹത്തോടെ ചോറ് അല്ലെങ്കിൽ ഉരുട്ടി വാരി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ആ സമയത്ത് നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു, നമ്മളപ്പോൾ ജോലിയുടെ പിറകെ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബം നോക്കുന്നതിൻ്റെ പിറകെയൊക്കെ ഓടി നടക്കുകയായിരുന്നു, നമ്മൾ പ്രാരാബ്ധത്തിൻ്റെ പുറകെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 15-20 വയസ്സാകുമ്പോൾ കുഞ്ഞിനെ പിടിച്ച് മടിയിലിരുത്തി നമുക്ക് ചോറ് വാരി കൊടുക്കാൻ പറ്റുമോ? നമ്മൾ അതാത് പ്രായത്തിൽ ആ കുഞ്ഞിന് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതൽ അത് നമ്മൾ മാക്സിമം അവർക്ക് ചെയ്തു കൊടുക്കുക. അത് അനുഭവിച്ച് തന്നെ കുഞ്ഞുങ്ങൾ വളരട്ടെ. അല്ലാതെ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ട് എനിക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞതിനെ പറ്റി പിന്നെ ഓർത്തിട്ട് വിഷമിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ചെറിയ പ്രായത്തിൽ നമുക്ക് അവരെ കെയർ ചെയ്യാനും അവരോടൊപ്പം ടൈം ഷെയർ ചെയ്യാനും ഒക്കെ മാക്സിമം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളോട് ഒപ്പം കളിക്കാം, അവരെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം, കളർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം, രാത്രി കഥകൾ പറഞ്ഞ് ഉറക്കാം. അപ്പോൾ ഇങ്ങനെ ഫാമിലിയിലെ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അറിഞ്ഞ് തന്നെ, അങ്ങനെ ഒരു സ്നേഹം കണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വളരട്ടെ. അങ്ങനെ വരുമ്പോഴാണ് അവർ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി വളരെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർക്ക് എല്ലാ ആക്ടിവിറ്റീസ് ഓടിച്ചാടി നടന്ന് ചെയ്യാൻ പറ്റുന്ന, അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു കുഞ്ഞായിട്ട് അവർക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു തന്നെ പഠിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ഗുഡ് പാരൻറ്റിങ്ങിനെ പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ്, ഈ ടോപ്പിക്സ് ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും മക്കളെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മക്കളുടെ മനസ്സറിയാൻ കഴിയുന്ന, അവരുടെ എല്ലാ ഫീലിങ്സും ഇമോഷൻസും കളിച്ചിരികളും തമാശകളും സങ്കടങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്ന അച്ഛനമ്മമാരായി തീരാൻ അല്ലെങ്കിൽ നല്ല പാരൻസായി തീരാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.